ഹലോ, ശേഖർ ഹിയർ. എന്തരം സാർ, ശങ്കറാണ്. സാറിൻ്റെ ഒരു പഴയ സുഹൃത്ത്. ശത്രുവായിട്ടല്ല, മിത്രമായിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ കാരണം സാറിന് ചില്ലറ മാനക്കേടൊക്കെ ഉണ്ടായി. എനിക്കതിൽ വേദനയുണ്ട്. അതിനൊരു പ്രത്യുപകാരം ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇപ്പം ഞാൻ വിളിച്ചത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട ചിലരെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ സാറിനെ സഹായിക്കാം. മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട് സ്വയം നശിക്കുന്ന ഇവിടുത്തെ ചെറുപ്പക്കാരെ രക്ഷിക്കാം. ഒപ്പം സാറിനൊരു സൽപ്പേരും ചെറിയൊരു പ്രൊമോഷനും. എന്തു പറയുന്നു? റാസ്കൽ, എനിക്ക് പ്രൊമോഷനും സൽപ്പേരും നീ വാങ്ങിത്തരാൻ പോകുന്നു? ഇക്കാലത്തൊരു നല്ല കാര്യം ചെയ്യാമെന്ന് വെച്ചിട്ട് കാര്യമില്ല. എന്താ സാർ? അല്ല, ഇക്കാലത്തൊരു നല്ല കാര്യം ചെയ്യാമെന്ന് വെച്ചിട്ട് കാര്യമില്ലെന്ന് പറയാം. ശരിയാ. വല്ല പോലീസോ കസ്റ്റംസോ ആയിരിക്കൂ. പോലീസോ കസ്റ്റംസോ ആണെങ്കിൽ ഇങ്ങനൊരു നാടൻ കളിക്കേണ്ട ആവശ്യം എന്താ? ചേട്ടൻ വരുന്നവരെ കാത്തിരുന്ന് തൊണ്ടിയോടെ അറസ്റ്റ് ചെയ്താൽ പോരെ? കൂടാതെ അയാൾ പൈസ കയറ്റാ വന്നത്. കോൺ എനിക്കാകെ പേടിയാകുന്നു കുഞ്ഞ്. അയാൾ പോലീസോ കസ്റ്റംസോ ബയ്യറോ ആരെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും അയാൾ പ്രഗത്ഭനാണ്. നമ്മളെക്കുറിച്ച് അയാൾ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ആ നിലയ്ക്ക് അയാൾ ആരായിരുന്നാലും അയാളെ കൊണ്ട് നമുക്ക് ഉപദ്രവം ഉണ്ടാവും. അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് പോകാം. അപ്പോ ഇതൊക്കെ അതിന് രാത്രി വരെ കാക്കണ്ട. ഇപ്പോൾ തന്നെ പക്ഷേ രവി ഏൽപ്പിച്ച് കാശും വാങ്ങി സ്ഥലം വിടാം. ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഹോട്ടലിൽ വന്നയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എങ്ങനെയോ നിങ്ങൾ ആരാന്നറിഞ്ഞ് സാധനം വാങ്ങാമെന്ന ആളായിരിക്കും. എന്നാലും ആരടാ അവൻ? ഞാൻ തന്നെ. രാത്രി 10 മണിക്ക് നിന്നെ തേടി ഹോട്ടലിൽ വന്നാൽ നിന്റെ പൊടി പോലും കാണില്ലെന്ന് എനിക്കറിഞ്ഞൂടെ? സാധനവുമായി ഇയാൾ വരുമ്പോ ഹോട്ടലിൽ വെച്ച് നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു. പക്ഷേ വാങ്ങുന്നവൻ എനിക്ക് കിട്ടില്ലല്ലോ. ഏ ബഹൻ, ये काम में तुम्हारा एक्सपीरियंस बहुत बहुत कम है, समझा? എടുക്കടാ. അനങ്ങി പോരുത്. ഈ കെട്ടിടം മുഴുവൻ ഞങ്ങളുടെ ആളുകൾ വളഞ്ഞിരിക്കുകയാണ്. കമാൺ. ധാരാ കൊണ്ടുവന്നേ? മുഖം എനിക്ക് ഓർമ്മയില്ല. സാറിന് തരാൻ കുറച്ച് മധുരപലഹാരങ്ങളാണെന്ന് പറഞ്ഞു. അതിനിപ്പോ എന്ത് മുഖം അഡ്രസ് നോക്കാൻ? ഹലോ, ഞാൻ തന്നെയാണ് സാർ. ഇപ്പൊ വിശ്വാസമായില്ലേ ഞാൻ പറഞ്ഞ നുണയല്ലാന്ന്? സാറിന്റെ ജോലി ഞാൻ സ്വയം ഏറ്റെടുത്തു. അവരിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങൾ സാറിന്, വേറൊന്നുകൂടെ കിട്ടി, പണം. അത് ഞാൻ എടുത്തു. ഞാനൊരു പ്രാരാബ്ധക്കാരനല്ലേ സാറേ. ആ പിന്നെ ഒരു കാര്യം, ആ സാധനം എത്രയും വേഗം നശിപ്പിച്ചേക്കണം. ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള മുതലാത്. സാറിന് വേണ്ടാത്ത വല്ല ടെംപ്ടേഷനും തോന്നിയാലോ? ദേഷ്യം തോന്നരുത്, നമ്മളൊക്കെ മനുഷ്യരല്ലേ സാറേ. എപ്പോഴാ മനസ്സ് മാറുക എന്ന് പറയാൻ ഒക്കില്ലല്ലോ. എനിവേ, വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഹലോ, ടെലിഫോൺ എക്സ്ചേഞ്ച് അല്ലേ? കണക്ട് മീ ടു യുവർ ജെ പ്ലീസ്. ഗുഡ് മോർണിംഗ്, ഐ എം ശേഖർ, CI ശേഖർ. ഒരു ഉപകാരം ചെയ്യണം. സ്റ്റേഷനിലേക്കും എൻ്റെ വീട്ടിലേക്കും വരുന്ന ടെലിഫോൺ കോൾസിൻ്റെ നമ്പറുകൾ ഒന്ന് ട്രേസ് ചെയ്യണം. കുറച്ച് ദിവസത്തേക്ക് മതി. ഏത് ഏരിയയിൽ നിന്നാണെന്നൊന്ന് മനസ്സിലാക്കിയാലും മതി. പ്ലീസ്, റിക്വസ്റ്റ് എഴുതി കൊടുത്തോളാം. താങ്ക് യു. എന്തിനാണ് സൂചി പിടിച്ചതിരിക്കണേ? അത് പൊട്ടിപ്പോയാലോ? ഇത് നടക്കുന്നില്ല. നടക്കുന്നില്ലേ പിടിച്ചതിരിക്കണോ? താൻ ഏതാ? വാസുദേവൻ സാർ എവിടെ? ഏത് വാസുദേവൻ സാറ്? ഏത് വാസുദേവൻ സാറോ? അപ്പൊ താൻ എങ്ങനെ അകത്ത് കയറി? നിങ്ങളാരാ? പപ്പേട്ടന്റെ ഉമ്മയാ? പപ്പേട്ടനോ? അതാരാ? ഇവൻ പൂട്ട് പൊളിച്ച് അകത്ത് കടന്നതാണോ എന്റെ ഈശ്വര? പപ്പേട്ടാ, പപ്പേട്ടാ. ആ അകത്തുണ്ടായിരുന്നോ? സാറിന്റെ പേര് പപ്പൻ എന്നാണോ? ആ അങ്ങനെ ഒരു പേരെനിക്കുണ്ട്. കമ്പനി എല്ലാവരും അങ്ങനെ വിളിക്കുക.
ഞാനെങ്കിലും പോയി കുറച്ച് ചായ ഉണ്ടാക്കി, ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് കൂടെ പണിയെടുക്കുന്ന ആളായിരിക്കും അല്ലേ? ആ അതെ അതെ. ആ അപ്പൊ സാറേ, ഓട്ട് കമ്പനിയിൽ അവിടെയുള്ള ഒരു കളരി ഗുരുക്കലില്ലേ, അയാൾക്കൊരു മോളുണ്ട്. പഠിപ്പധികമില്ല, പക്ഷെ നല്ല ഓരോം തടി. സാറിന് ചേരും. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ പോയി ചായ ആ, ഉണ്ടാക്കാം. ആ, ആ. ചില്ലറ പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ത്രീയാ. നിങ്ങളെ ശരിക്കുള്ള പേരെന്താ? പപ്പ, വാസുദേവ്, പിന്നെന്താ ലൂയിസാ? ഏത് പേരാ ജമാലിന് ഇഷ്ടം? പേരിനല്ലല്ലോ ഇഷ്ടപ്പെടുക, മനുഷ്യനല്ലേ. ജമാലിന് കുറച്ച് കാര്യവിവരമൊക്കെ ഉണ്ടല്ലോ. തന്റെ ബാവൊക്കെ എപ്പോഴാ ഗോവയെന്ന് വരിക? അത് മൂപ്പരുടെ വീട്ടുകാർക്കും അറിയില്ല. സോറ നമ്മളെ പുരയിലിരുത്തി പൊറപ്പിക്കണില്ല. പെരുന്നാൾ അടുത്തല്ലോ, കുട്ടിയൊക്കെ കോടിക്കുപ്പായം വേണമെന്ന്. അതിനു മുമ്പ് ബാബുക്ക വരാണ്ടിരിക്കില്ല. ഉവയത്ത് നളിയൻ്റെ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് സൂറയുടെ കരച്ചിലത് വേറെ. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? അയ്യോ, ഇതൊക്കെ വലിയ വില പിടിച്ചതാ. പിന്നെ വെറുതെ കിട്ടുമോ? അതൊന്നും സാരമില്ല ജമാലെ. ഇത്ര നല്ലതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന ഉമ്മ വഴക്ക് പറയും. സൂറക്കും മക്കൾക്ക് ഓരോ ജോഡി ഉടുപ്പ് മതി, വെറുതെ ഇങ്ങനെ പൈസ കളയുന്നത്. ജമാല് ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ വാങ്ങിച്ചിരുന്നത്, എന്റെ ഇഷ്ടത്തിനല്ലേ. എന്നാലും പൈസ ആരുടെ ആയാലും പൈസ തന്നെയല്ലേ? അതെ, നിങ്ങൾ ബില്ല് എഴുതിക്കോ. ആ ബില്ലൊക്കെ എടുത്ത്. ഹലോ ഹലോ, നിങ്ങളുടെ അല്ലേ? ആ ആനി നല്ല ആളാ. എന്താ ഫോൺ ചെയ്യാതിരുന്നത്? കൊള്ളാം. ഞാൻ എത്ര തവണ ട്രൈ ചെയ്തെന്നറിയോ? നിങ്ങളുടെ ലൈൻ എന്തോ തകരാറുണ്ട്. എപ്പോ വിളിച്ചാലും എൻഗേജ്ഡ്. ഞാൻ വിചാരിച്ചു എന്നോടെന്തോ ദേഷ്യമാണെന്ന്. നല്ല കാര്യായി. ആനിയോട് ദേഷ്യപ്പെടാൻ എനിക്ക് ജമ്മത്ത് സാധിക്കില്ല. ഇപ്പോഴും ഡ്യൂട്ടിയിലാണോ? ഡ്യൂട്ടിയോ? ആ അതെ അതെ, ഇപ്പൊ ഓഫാ. വീട്ടിൽ തനിച്ച് നിന്നിട്ട് മഹാബോർ. ആനിയാണെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. വെറുതെ ഒന്ന് പുറത്തിറങ്ങിയത്. കള്ളം. വെറുതെ പുറത്തിറങ്ങുന്നവരെങ്ങനെ ഇവിടെ എത്തുന്നത്? ഞാൻ വന്നത് എന്തിനാന്ന് പറഞ്ഞാ ആനി വിശ്വസിക്കില്ല. ആനിക്ക് എന്തെങ്കിലും ഒരു പ്രസന്റ് വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. എനിക്കെന്തിനാ പ്രസന്റ്? അന്ന് ആ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രസന്റാണ് ടോണിയുടെ സ്നേഹം. ഞാൻ ഭാഗ്യവാനാണ്. പഠിപ്പ് കഴിഞ്ഞ ഉടനെ എന്റെ കല്യാണം നടത്താൻ തിരക്കിട്ട ആലോചനകളായിരുന്നു ഡാഡി. മമ്മി ഇല്ലാത്തോണ്ട് ഉത്തരവാദിത്തം ഡാഡിക്കാണല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ട ആളെ ഞാൻ തന്നെ തിരഞ്ഞെടുത്തോളാന്ന്. ഭയങ്കര ധൈര്യം തന്നെ. ആളുകൾ ശ്രദ്ധിക്കുന്നെന്ന് തോന്നുന്നു. ആനി നടന്നോളൂ. എന്നെ എന്താ വീട്ടിലേക്ക് ക്ഷണിക്കാത്തെ? ഒരു ദിവസം ഞാൻ ക്ഷണിക്കും, അപ്പൊ വന്നാ മതി. ആളുകൾ നോക്കുന്നുണ്ട്. നമുക്ക് പുറത്തെവിടെയെങ്കിലും പോവാം. പുറത്തെവിടെ? ആളുകൾ അധികം ഇല്ലാത്തടത്ത്. ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ആള് വരും എന്ന് പറഞ്ഞാ ബില്ലെഴുതി ഞങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റുമോ? ആള് പുറത്തെവിടെയോ നിൽപ്പുണ്ട്. എന്താ അയാളുടെ പേര്? ഞാൻ പോയി നോക്കാം. പേര് പപ്പൻ, വാസുദേവൻ, ടോണി. ടോണി. പൂച്ചയ്ക്ക് കൊമ്പ് വളയ്ക്കുമ്പോഴേ നിന്റെ ബാബുക്ക വരുമെന്ന് വെച്ചാ പെരുന്നാളിന് ഈ കുട്ടികളുടെ ഗതി ഇങ്ങനെ തന്നെ. ഞാൻ എന്തോ അമ്മ ചെയ്യ? യോഗം വേണം. നമ്മക്കാർക്കും അതില്ല. പകല് മുഴുവൻ നോമ്പാന്ന് പറഞ്ഞ് പട്ടിണി കിടക്കാം. മോന്തി ആവുമ്പോ ഞാൻ എൻ്റെ ഒരു ദോസ്തനെ കണ്ട് സംസാരിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ജമാൽ ദോസ്തനെ കാണാനില്ല. ഞാൻ കുറെ കാത്തുന്നു. ഞാനും ഉണ്ടാവും നോമ്പോർക്കാൻ. എന്താ പ്രശ്നം? അല്ല, ഇതൊക്കെ കുട്ടികൾക്ക് കുറച്ച് ഉടുപ്പും കുറെ വീട്ടു സാധനങ്ങളൊക്കെ ആണ് ഉമ്മ. ജമാലിന് ഞാൻ കുറച്ച് പണം കൊടുക്കാനുണ്ടായിരുന്നു. അതിങ്ങനെ മേടിക്കോട്ടെന്ന് വിചാരിച്ചു. വേഗം അടുക്കളോട്ട് ചെല്ലേ, സമയമായി നോമ്പോർക്കാൻ. ചെല്ലടാ. സോറേന്റെയും കുട്ടികളുടെയും മുഖം കാണാൻ വയ്യാണ്ടിരിക്കുകയായിരുന്നു. പടച്ചോൻ പപ്പേട്ടനെ കാക്കും. എന്നോട് പടച്ചോന്റെ നിലപാട് എന്താണെന്ന് എനിക്കിതുവരെ വ്യക്തമായിട്ടില്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന അഴിമതി എന്ന ദുരന്തം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഇന്ന് കൃത്യം 3 മണിക്ക് അജന്ത ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സിംബോസിയം ബഹുമാനപ്പെട്ട മന്ത്രി വേളയിൽ ചാണ്ടി ഉദ്ഘാടനം ചെയ്യുന്നു. കള്ളപ്പണത്തിനെതിരെ, കരിഞ്ചന്തക്കെതിരെ വടവാൾ ഉയർത്തുന്ന വേളയിൽ ചാണ്ടി ഇന്ന് കൃത്യം 3 മണിക്ക് നഗരത്തിൽ എത്തിച്ചേരുന്നു.
ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വേളയിൽ ചാണ്ടി ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, ഈ വേളയിൽ അഴിമതിയെക്കുറിച്ചും കള്ളപ്പണത്തെ പറ്റിയും സംസാരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. 1947 ഓഗസ്റ്റ് 15-ാം തീയതി ഇംഗ്ലീഷുകാരനെ ഇവിടെ നിന്ന് കെട്ടിച്ചു. പക്ഷേ ഞാൻ സംതൃപ്തനല്ല. ഞാൻ വിഭാവനം ചെയ്ത ഇന്ത്യ ഇതല്ല. രാഷ്ട്രീയത്തിൽ പിച്ച വെച്ച് നടന്ന കാലം മുതൽ എൻ്റെ മനസ്സിൽ ഞാൻ താലോലിച്ചിരുന്ന ഒരു കൊച്ചു സ്വപ്നമുണ്ടായിരുന്നു. പത്രക്കാർ പറയുന്നത് പോലെ മന്ത്രിയാവുക എന്ന മോഹമായിരുന്നില്ല അത്. ഈ നാട്ടിലെ അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഇന്ത്യയോട് ചില കടപ്പാടുകളുണ്ട്. അത് പൂർത്തീകരിക്കാൻ, കള്ളപ്പണവും അഴിമതിയും ഈ നാട്ടിൽ നിന്നും തുടച്ചു മാറ്റാൻ എന്റെ വിശുദ്ധമായ കരങ്ങൾക്ക് ശക്തി തരൂ. എന്റെ പൊന്നു ലൂസി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നിങ്ങളൊക്കെ വന്നിട്ട് കുറെ നേരം ആയോ? ഇല്ല, സാറിന്ന് വരുമെന്ന് അറിഞ്ഞപ്പോ പിന്നെ നന്നായി, വളരെ നന്നായി. സാറിനെ കാണാനും നിവേദനം തരാനും നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് കുറെ കൃഷിക്കാർ വന്നിട്ടുണ്ട്. അവരോട് നിവേദനങ്ങളൊക്കെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് എന്തെങ്കിലും കൃഷിക്കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറയൂ. ഓ ശരി. കൃഷിക്കാരെ കൊണ്ടുള്ളൊരു ശല്യം. ഇരിക്കൂ. എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ? ഒരു ദിവസം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇല്ലേ? ഉവ്വ്. പിന്നെ എന്തിനാ നാട്ടുകാർ ഈ മന്ത്രിസഭയെ കുറ്റപ്പെടുത്തുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. വേളയിൽ ചാണ്ടി അഴിമതിക്കാരനാണ്, കള്ളപ്പണക്കാരനാണ് എന്നൊക്കെയല്ലേ ആരോപണം. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനാ ഇന്ന് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. അതെന്തായാലും സാറിന്റെ ഇമേജ് വർദ്ധിപ്പിക്കും. ചെറ്റക്കുടിലിൽ ജനിച്ചവൻ ദന്തഗോപുരത്തിൽ എത്തിയത് എങ്ങനെയാന്നാ ചില പട്ടികളുടെ ചോദ്യം. സ്വന്തം പ്രയത്നം കൊണ്ട്. യേശുക്രിസ്തു ജനിച്ചത് കാലിത്തൊഴുത്തിലല്ലേ? ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ആളാ. എങ്ങനെ ഇവിടം വരെ എത്തി? സ്വന്തം പ്രയത്നം കൊണ്ട്. കർത്താവ് വന്നിട്ടുണ്ട്. കർത്താവോ? അതെ, നമ്മുടെ ഗോപിനാഥൻ കർത്താവേ, ആ ഹോട്ടൽ മുതലാളി. ഔ, എന്റെ ജീവൻ പോയി. അയാളോട് തൊട്ട് അപ്പുറത്തെ മുറി പോയി കുത്തിരിക്കാൻ പറ. ഓ, ഓ, ഞങ്ങൾ എന്നാ താമസിപ്പിക്കുന്നില്ല. സ്പിരിറ്റിന്റെ ലൈസൻസ് ഇപ്രാവശ്യവും. നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ. എന്താ അത്? കൈക്കൂലിയല്ല, ഫണ്ടിലേക്ക്. ഇട്ടോളൂ, മേലേക്ക് മേലിട്ടോളൂ. ഇനി പൊക്കോളൂ. ആ, എല്ലാവരും ഉണ്ടല്ലോ. മിനിസ്റ്ററെ കണ്ടു കഴിഞ്ഞാ? കഴിഞ്ഞു. കൃഷ്ണേട്ടൻ എന്താ താമസിച്ചേ? ഞാൻ അല്പം തിരക്കിലായിരുന്നു. എന്താ രവി, മന്ത്രി എന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. വന്നേ, ഒരു മിനിറ്റ്. രവി, ഇപ്രാവശ്യമെങ്കിലും വയനാട് റേഞ്ച് എനിക്ക് വിട്ടുതരണം. ലേലമല്ലേ, ആർക്ക് ശ്രമിച്ചു നോക്കാവുന്നല്ലേ ഉള്ളൂ. ബാബുക, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ്? അകത്തുണ്ടല്ലോ. ഉണ്ട്. ഒന്ന് കാണട്ടെ. ആ ചെല്ല. എത്രയുണ്ട്? 4. നമസ്കാരം. ഓ, താനായിരുന്നു. ഒന്ന് മുട്ടിയിട്ട് 100 രൂപ. അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. താ പുറത്തു പോയി നിൽക്ക്, അല്ലെങ്കിൽ വല്ലവരും കൊണ്ട് എഴുന്നള്ളും. ഓ, നാളെ തന്റെ മഞ്ഞപത്രത്തിൽ വരുവോടോ മന്ത്രി വേളയിൽ ചാണ്ടിയുടെ തലയിൽ നോട്ടുകൊണ്ട് അഭിഷേകം എന്നൊക്കെ. ഒന്ന് ചുമ്മാ ഇരു സാറേ. അങ്ങനെ വലുതും ഇന്നേ വരെ എന്റെ പത്രത്തിൽ വന്നിട്ടുണ്ടോ? അങ്ങനെ അങ്ങോട്ട് തീർത്ത് പറയാൻ പറ്റില്ല. താ എനിക്കെതിരായ ചില ഒളിയമ്പുകൾ വിട്ടതൊന്നും ഞാൻ അറിയാതിരുന്നിട്ടില്ല. അല്ല, ഇനി അഥവാ അങ്ങനെ വലുതും വന്നിട്ടുണ്ടെങ്കിൽ അത് വല്ല അച്ചടിപ്പശകായിരിക്കും. അങ്ങനെയുള്ള അച്ചടി പെശക ഈ പെശകെന്ന് പറയുന്നത്. അത് വെച്ച് വലിയ കളി കളിക്കണ്ട. അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ടോ തന്റെ പത്രത്തിന്റെ ഓട്ടം? 500, 1000 അത് ഒരെണ്ണോ? അയ്യോ, 1 ലക്ഷം കവിയും. തുടങ്ങിയിട്ട് ഇന്ന് വരെയുള്ള കണക്കല്ല ഞാൻ ചോദിച്ചത്. ഓ, സാറിന്റെ ഒരു തമാശ. എടോ അമ്പലക്കള്ള, തനിക്ക് ബിൽഡിംഗ് പണിയുണ്ട്, അബ്കാരിയുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്. പിന്നെ എന്തിനാടോ ഈ കടലാസിന്റെ വില പോലും കിട്ടാത്ത ഈ പത്രം കൊണ്ട് നടക്കുന്നത്? അതുള്ളത് കൊണ്ടാണല്ലോ സാറേ കഥകിൽ മുട്ടാതെ അകത്ത് കയറാൻ കഴിഞ്ഞത്. ആ, ശരി ശരി, അതൊക്കെ പോട്ടെ. ഇപ്പൊ തന്റെ വരവിന്റെ ഉദ്ദേശം എന്താ? അത് പിന്നെ ഇതിൽ വെക്കല്ലേ, ഇത് എണ്ണിതാ അവിടെ.
1 2 3 4 5 അല്ലേ? ആ അത് പോട്ടെ. എടോ, താൻ ഇന്നാളെ ഒരു ബ്ലേഡിന്റെ കാര്യം പറഞ്ഞില്ലേ? ഫോറിൻ ബ്ലേഡിന്റെ അല്ലേ എന്റെ അളിയൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നത്? സാറിന് വേണോ? എന്തിനാ? കഴുത്തറുത്ത് ചാവാനാ? എടോ, ബ്ലേഡ് കമ്പനി. ഓ, ദേവസ്യാന്റെ ബാങ്ക്. ഏത് ദേവസ്യേട്ടൻ? ഗോപുരം ചിറ്റ് ഫണ്ട്സിന്റെ ഉടമസ്ഥൻ, ഞങ്ങളുടെയൊക്കെ ദൈവം. ദൈവോ? അതെ, ലേലത്തിനൊക്കെ പോകുമ്പോ 10-20 ലക്ഷം മറക്കണമെങ്കിൽ അയാളെ ഉള്ളൂ. ചെവി അയാളുടെ ഇടപാടെങ്ങനെ വിശ്വസിക്കാവോ? ഭംഗി വാക്ക് പറയല്ല, എന്നേക്കാൾ വിശ്വസിക്കാം. താൻ അയാളെ ഒന്ന് വിളിച്ചു പറ, എനിക്ക് അയാളെ ഒന്ന് കാണണം. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. പേടിക്കാനൊന്നുമില്ലെന്നേ. ഇല്ലല്ലേ? ഇല്ല. വന്നു എന്നാ തോന്നണേ. കർത്താവെ, മാല വാങ്ങാൻ പോയ കുരിശിനെ കാണാനല്ലോ. അപ്പാ ക്ഷമിക്കണട്ടാ, ആ വാതിൽ തുറന്നു കൊടുത്തേ. വാ. വളരെ പെട്ടെന്നായി പോയിട്ടാ. ഇത്തിരി മുമ്പ് അറിയിച്ചിരുന്നെങ്കിൽ താലിപ്പിലും കൂടി അറേഞ്ച് ചെയ്യായിരുന്നു. എന്നാ പിന്നെ ഒരു ചെണ്ടകൊട്ടി പരസ്യം കൂടി ആവായിരുന്നില്ലേ? ഒരു വെടിക്കെട്ടും 4-5 അമിട്ടും ആവായിരുന്നു. മിനിസ്റ്ററുടെ രഹസ്യ വരവല്ലേ ദിവസേട്ടാ, അതുകൊണ്ടല്ലേ വീട്ടിൽ വന്ന് കാണുന്നേ, അല്ലെങ്കിൽ ബാങ്കിൽ വരില്ലായിരുന്നോ? ഇങ്ങോട്ട് വന്നോളൂ, ഇങ്ങോട്ട് വന്നോളൂ, ഇങ്ങോട്ട് വന്നോളൂ. ഇരിക്കൂ, ഇരിക്കൂ. കൃഷ്ണന്റെ സ്വന്തം ആളാ. നിങ്ങളെ കുറിച്ച് വലിയ അഭിപ്രായം പറഞ്ഞപ്പോ നേരിട്ട് കണ്ടുകളയാന്ന് വിചാരിച്ചു. നമ്മളെ മഹാഭാഗ്യം എന്നല്ലാണ്ട് എന്താ പറയാ. നിങ്ങളുടെ ഈ എന്താ അതിന്റെ പേര്? ഗോപുരം ചിറ്റ് ഫണ്ട്സ് എന്നാണ്. ആ, എന്നാ തുടങ്ങിയത്? 1115 അപ്പന്റെ അപ്പനായിട്ടാണ് കമ്പനി തുടങ്ങി. അന്ന് തൃശ്ശൂർ പേരൂർ കുറീസ് ക്ലിപ്റ്റ് എന്നായിരുന്നു പേര്. ആയിരിക്കണ അപ്പാപ്പന്, അതിന്റെ അടുത്തിരിക്കണ അപ്പന്, അപ്പനായിട്ടാണ് കമ്പനി വലുതാക്കിയേ. നമ്മളത് ഏറ്റെടുത്തപ്പോ കമ്പനിയുടെ പേര് മാറ്റി ഗോപുരം ചിറ്റ് ഫണ്ട്സ് എന്നാക്കി. അതേതായാലും നന്നായി. ഗോപുരം എന്ന് പറയുമ്പോ ഉയർച്ചയാണല്ലോ. പേര് മാറ്റി വെച്ചിട്ട് പാരമ്പര്യത്തിന് കുറവില്ലാട്ടാ. മറ്റുള്ള ബ്ലേഡ് കമ്പനികളൊക്കെ ഡും ഡുന്ന് പൊട്ടിപ്പോ. ഡും ഡുന്ന് പൊട്ടിപ്പോ. എവിടെ വീട്? വീട് തൃശ്ശൂരിന്. ഡും ഡുന്ന് പൊട്ടിപ്പോ ഈ ഗോപുരം ചിറ്റ് ഫണ്ട്സ് പിടിച്ചു നിന്നേ. 24 അവേഴ്സിനുള്ള പൈസ മുഴുവൻ മടക്കി കൊടുക്കും ഡെപ്പോസിറ്റേഷൻ ഞാനൊരു പരസ്യം കൊടുത്തു. ഒറ്റെണ്ണം വന്നില്ല. എന്തുകൊണ്ടെന്ന് കാരണം എനിക്കറിയില്ല. സ്വിസ് ബാങ്കിനൊക്കെ വിശ്വാസം നമ്മുടെ കമ്പനി. സാറിനത് ബോധ്യാവും. എനിക്ക് ബോധ്യപ്പെട്ട തനിക്ക് നല്ലത്. അപ്പോ കാശിനി 3-4 മാസം കഴിഞ്ഞല്ലേ ആവശ്യം വരുള്ളൂ? അതെന്താ 3-4 മാസം കഴിഞ്ഞ എന്റെ മക്കളുടെ കല്യാണം ഉണ്ടാ? അതല്ല, തെരഞ്ഞെടുപ്പിനുള്ള പണമൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് പിരിച്ചോളാം. എന്നും ഈ രാഷ്ട്രീയം കൊണ്ടുകൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ പിൽക്കാലത്തേക്കുള്ളൊരു സുരക്ഷിതത്വം അത് വേണം. പിന്നൊരു കാര്യം, എനിക്ക് തന്റെ ബാങ്കിൽ നിക്ഷേപം ഉണ്ടെന്നുള്ളത് ഞാനും താനും ഈ കൃഷ്ണനും മാത്രമേ അറിയാൻ പാടുള്ളൂ. 4ാമത് ഒരാൾ അറിഞ്ഞാൽ അയ്യോ, അത് പിന്നെ നമുക്ക് അറിഞ്ഞൂടെ. പിന്നെ ഇത് മാത്രം ആക്കണ്ടാട്ടാ. ഇനി നമ്പർ 2 ഉണ്ടെങ്കിൽ അത് സ്വന്തമാവണമെന്നില്ല. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരായാലും നമ്മുടെ അടുത്തേക്ക് അയക്കണട്ടാ. അപ്പൊ എല്ലാം പറഞ്ഞു പോ.